കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 9 ദിവസങ്ങൾ മാത്രം. ഡിയിലെ SDPI പിന്തുണ ഇത്തരം വിവാദങ്ങൾക്ക് പിന്നാലെ വികസനവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ചർച്ചയാകാൻ പോകുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ സംവാദ വെല്ലുവിളിയോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചതോടെ വികസന സംവാദത്തിനും കളമൊരുങ്ങിക്കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ കേരളത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പര്യടനം തലസ്ഥാന ജില്ലയിലാണ്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തിരുവനന്തപുരത്ത് പ്രചാരണത്തിനായി ഇന്നെത്തും. ദേശീയ നേതാക്കന്മാരൊക്കെ കളം നിറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് തത്സമയം ചേരുന്നു. അതുപോലെ കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാറും കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടവും ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്ക് ശ്രീജിത്ത്. ഇന്ന് നിതിൻ നബീൻ BJPയുടെ ദേശീയ പ്രസിഡന്റ് അധ്യക്ഷൻ എത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN, ഗുഡ് മോർണിംഗ്. ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJPയുടെ മാനിഫെസ്റ്റോയുടെ പ്രകാശനമാണ് പ്രധാനപ്പെട്ട പരിപാടി. BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉച്ചയ്ക്ക് 1 മണിക്ക് തിരുവനന്തപുരത്ത് RDR ഓഡിറ്റോറിയത്തിലാണ് BJPയുടെ മാർഗരേഖ എന്നാണ് അവർ ഈ മാനിഫെസ്റ്റോയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്. അതായത് അടുത്ത 5 വർഷം കേരളത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ് BJP തയ്യാറാക്കുന്നത്. ആ മാനിഫെസ്റ്റോയുടെ പ്രകാശനമാണ് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നടത്തുന്നത്. ഇതോടൊപ്പം തന്നെ BJPയുടെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കേവലം 9 ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രചരണത്തിൽ വളരെ ശക്തമായിട്ടുള്ള വീറും വാശിയുമൊക്കെ പ്രകടമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അദ്ദേഹത്തിന് 4 പൊതുയോഗങ്ങളാണ് വിവിധ മണ്ഡലങ്ങളിലായിട്ട് ഉള്ളത്. രാവിലെ 11 മണിക്ക് അരുവിക്കരയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ തലസ്ഥാന ജില്ലയിലെ പ്രചരണ പരിപാടി തുടങ്ങുന്നത്. വൈകുന്നേരം കഴക്കൂട്ടം മണ്ഡലത്തിലെ ആണ് അദ്ദേഹത്തിൻ്റെ പ്രചരണ പരിപാടികളിലെ സമാപനം. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. UDFിൻ്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ന് വടക്കൻ കേരളത്തിലാണ്. അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളുടെയും മുന്നണികളുടെയും നേതാക്കൾ പ്രചരണത്തിൽ വളരെ സജീവമായി ഇടപെട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരുന്നു. വികസന സംവാദത്തിന് പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി മുഖ്യമന്ത്രി സ്വീകരിച്ചോടെ ആ വികസന സംവാദം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ LDF നേതാക്കൾ പറയുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സംവാദത്തിന് മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആ സംവാദം ആരംഭിച്ചിരിക്കുന്നു ഫേസ്ബുക്കിലൂടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ പ്രത്യേകിച്ച് സംവാദത്തിനൊരു വേദിയില്ല എന്നായിരിക്കണം മുഖ്യമന്ത്രി ഒരുപക്ഷെ അർത്ഥമാക്കുന്നതെന്നാണ് നമ്മൾ കരുതുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.